ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഉണ്ടപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. എളുമ്പക്ക ഉണ്ടപ്പുട്ട്. നിങ്ങളെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല, ഞങ്ങളെ കണ്ണൂരെല്ലാം പറയില്ല ഉണ്ടപ്പുട്ട് എന്നാണ് പറയുക. അപ്പം അത് ഇളമ്പക്കയിലാക്കാം, ചിക്കനിലാക്കാം, ചെമ്മീനിലാക്കാം, അങ്ങനെയെല്ലാം ആക്കാം. ഇതിപ്പോൾ ഞാൻ ഇളമ്പക്കയിലാക്കുന്നത്. അതായത് എൻ്റെ താത്തുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് നല്ല കരിമീൻ കറിയെല്ലാം ആക്കിയിട്ടുണ്ട്. അതെല്ലാം അവിടുന്ന് കഴിച്ച് പോരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല ഇളമ്പക്ക ഉണ്ടായിരുന്നു. അത് മസാല ആക്കിയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടപ്പുട്ടാക്കാൻ. അങ്ങനെ ഞങ്ങൾ ഉണ്ടപ്പുട്ടാക്കാൻ പോയിരുന്നു. അപ്പോൾ പത്തിൻ്റെ പൊടി കൊണ്ട് ആക്കല. അപ്പോൾ അത് നല്ല ചൂട് വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ വേണം കുഴക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുത്തെ റൈസ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയാന്ന് തോന്നുന്നു. കാരണം നല്ല ഹാർഡുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെ കുഴക്കണം. തിളച്ച വെള്ളത്തിൽ ഓയിൽ ഉപ്പ് ഇട്ടിട്ട് നല്ല തിളക്കുന്ന സമയത്ത് പൊടിയിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് തണ്ണിയിട്ട് കുഴച്ചിട്ട് വേണം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെ അരിപ്പൊടിക്കെല്ലാമാണെങ്കിൽ തിളച്ച വെള്ളമൊന്നും വേണ്ട, നോർമൽ വെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. നമ്മൾ പത്തിലെല്ലാം കുഴക്കുന്ന പോലെ തന്നെയുള്ള മാവ് തന്നെയാണ്. അപ്പം അതിലേക്ക് നമ്മളിങ്ങനെ എല്ലാം സ്റ്റീമിലാണല്ലോ വേവിക്കുക. അപ്പോൾ അതിൻ്റെ മേലെ തേങ്ങ പൊതിയണം, അല്ലെങ്കിൽ അത് അപ്പുറം ഇപ്പുറം ഒട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, അപ്പോൾ നല്ല തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നല്ല വൃത്തിക്ക് കുഴച്ച് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം, ഷേപ്പാക്കാം, എല്ലാം ആക്കട്ടെ. എനിക്കിങ്ങനെ ചെറിയ ഉണ്ടപ്പുട്ട ഇഷ്ടം. അധികം ഇങ്ങനെ വലിയ തടിച്ചതാകുമ്പോൾ രസമില്ല. അപ്പോൾ ഞാൻ കുഞ്ഞു ഉണ്ടപ്പുട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളമ്പൊക്കെ വാങ്ങി അന്ന് ഉണ്ടപ്പുട്ടാക്കും. താത്താവും ഉമ്മ ഇരുന്നങ്ങ് ആക്കും. നല്ല രസമാണ്. ഇത് ഈ വറവ് കണ്ടപ്പോൾ തന്നെ ഒരു പറഞ്ഞ് ഉണ്ടപ്പുട്ടാക്കാൻ പറ്റിയ സാധനമാണ്, ഓളെ വീട്ടിലെപ്പോഴും ആക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ആക്കാം. അങ്ങനെ ഞാൻ എന്താക്കി, ഉണ്ടപ്പുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യണം. നമ്മുടെ കൽമാസെല്ലാം ആക്കുന്നത്, കൽമാസ് പിന്നെ അതിന് പുറത്ത് ഉപ്പും മുളകെല്ലാം പരക്കി നമ്മളതൊന്ന് ഫ്രൈ ചെയ്യല്ലോ. ഇതങ്ങനെയൊന്നും വേണ്ട, സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും ആക്കണ്ട. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്കൊരു കട്ടൻ ചായയും കൂടി ആയാൽ പൊളിക്കും. അങ്ങനെ എത്ര കാലത്തിന് ശേഷം ഇളമ്പൊക്കെ കിട്ടുന്നത്. കാരണം നമ്മളെ ഈ ബാംഗ്ലൂരൊന്നും ഇളമ്പൊക്കൊന്നും ഇല്ലല്ലോ, കല്ലുമ്മക്കായൊന്നും. പിന്നെ ഭയങ്കര മിസ്സാണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു. ബാംഗ്ലൂർ ഒരു ബീച്ചും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കട്ടീന്. അതില്ലാത്തതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ്. ഇനിയിപ്പോൾ നാട്ടിലെല്ലാം പോയാൽ തന്നെ കിട്ടണമെന്നില്ല പിന്നെ ഇളമ്പൊക്കയും കല്ലുമ്മക്കായും എല്ലാം. അപ്പം ഇതാ ആക്കുമ്പോൾ ഇങ്ങനെ തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് വെന്ത് കിട്ടണേന്നായിരുന്നു. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റീമിൽ ഒന്നിച്ചാക്കുക. നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ആക്കാറ്. അങ്ങനത്തെ ഇഡ്ഡലി തട്ടിലാക്കിയിട്ട് അത് വേവിച്ചെടുക്കാം. പിന്നെന്താ, ഇങ്ങനെ ഓരോന്നായി ഫില്ല് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചുറ്റി വേണം അതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എല്ലാം നിറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതി. കാരണം ഓൾറെഡി നല്ല തിളച്ച വെള്ളത്തിൽ ഇത് മാവ് കുഴച്ചതാണല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എല്ലാം കൂടി മസാല ആ അരിയിലേക്കൊന്നും ഇങ്ങനെ പിടിക്കേണ്ട അത്ര ടൈം അത്രേ വേണ്ടൂ. വലിയ ടൈമൊന്നും വേണ്ട ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ അപ്പൂച്ചനും ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. പിന്നെ ഓനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ വന്നിട്ട് നല്ല ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് അടിയിരുന്നിട്ട് ഞാനും കഴിച്ചു. നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഉണ്ടപ്പുട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ആക്കണം. ടാറ്റാ ബൈ.